നമസ്കാരം. നമസ്കാരം. ഏവർക്കും ലേഡീസ് അവറിൻ്റെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? അതായത് നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു സേവനം നടത്തി കിട്ടാനായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൈക്കൂലി കൊടുക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ 10ഉം 20ഉം തവണ ഒരേ ആവശ്യത്തിന് വേണ്ടി നടത്തിക്കുമെന്ന്, അതായത് ഇക്ഷ ഇമ്മ ഒക്കെ വരപ്പിക്കുമെന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊതുവെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രത്യേകതയാണ്. പലപ്പോഴും പറഞ്ഞു കേൾക്കാനുണ്ട്, വിദേശ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയാണോ ഈ അഴിമതി എന്ന് പറയുന്നത്? എനിക്ക് റീസെന്റ് ആയിട്ടുണ്ടായ അനുഭവം വെച്ചിട്ട് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷനിലും അതെ, എറണാകുളം കോർപ്പറേഷനിലും അതെ, രണ്ടിടത്തും എനിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടിടത്തും സ്പിക്ക് ആൻഡ് സ്പാൻ പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ്. അവർക്ക് അതിൻ്റെതായ കൗണ്ടേഴ്സ് ഉണ്ട്. കയറുക, ഇറങ്ങുക, കൃത്യം നമ്മുടെ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് അനുസരിച്ച് നമുക്ക് എന്ത് വേണോ അവരതിനുള്ള കൃത്യമായിട്ടുള്ള ഫീസ് സ്ട്രക്ചറും എല്ലാം പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം. അതുകൊണ്ട് കേരളം കറപ്റ്റഡ് ആണോ, അറ്റ്ലീസ്റ്റ് ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ പേരിൽ കറപ്റ്റഡ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ശരിക്കും സംശയമുണ്ട്. പിന്നെ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പം ഇത്രയും അധികം എന്താണ്, ഇപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ പോലും നമ്മൾ വളരെ സൂക്ഷിച്ച് ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ മുതിർന്നവർക്കൊക്കെ എത്രയോ ക്യാമറ ഫുട്ടേജസ് വന്നിരിക്കുന്നു അല്ലേ, അമ്മമാരോട് മോശമായിട്ട് പെരുമാറുന്ന മക്കളുടെ ഫുട്ടേജുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പം ക്യാമറകളെല്ലാം ഇത്രയും അധികം വിജിലൻ്റ് ആയ സ്ഥിതിക്ക്, നമ്മുടെ മൊബൈൽ ക്യാമറകളാണെങ്കിലും CCTV ക്യാമറകളാണെങ്കിലും, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കറപ്ഷൻ ശരിക്കും കുറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന്റെ. അങ്ങനെയാണ് ഈ അടുത്ത് നടത്തിയ ഒരു സർവേ കാണിക്കുന്നത്. കേരളത്തിലെ വളരെയധികം അഴിമതി കുറഞ്ഞിട്ടുണ്ട്, കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ 3% മാത്രമേ ഉള്ളൂ കറപ്ഷൻ ഉള്ളൂ. അതുപോലെ 2ാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. 4% നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ അഴിമതി നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളത്. 3ാം സ്ഥാനക്കാരെ കുറിച്ചും കൂടെ പറയാം. ഛത്തീസ്ഗഡ് ആണ് 3ാം സ്ഥാനത്തിലുള്ളത്. 8% മാത്രമാണ് അവിടുത്തെ. എങ്കിൽ പോലും ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരമുള്ളത് എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിന്റെ ജുഡീഷ്യറി സിസ്റ്റത്തിലും ഇന്ത്യയുടെ ജുഡീഷ്യറി ആൻഡ് പോലീസ് സിസ്റ്റത്തില് വളരെയധികം അഴിമതി കുറഞ്ഞിട്ടുണ്ട് അല്ലെ. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെയുള്ള സ്ഥിരമായി കാണുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഭാരതമാണ് നമ്മുടേതെന്നുള്ളതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ശരിക്കും അത് പ്രൊഫഷണലിസത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. അതെ, ഒരു ലെവലാണ്. നമ്മൾക്ക് എന്താണോ നമ്മുടെ ജോലി, ആ ജോലി മാത്രം ചെയ്യുക, അതിൽ നിന്നും സബ്സിഡറി ആയിട്ട് കിട്ടുന്ന ഇൻകം അത് നമ്മൾ മോഹിക്കാതിരിക്കുക എന്നുള്ളത് ഒഫീഷ്യൽസിനെ ട്രെയിനിങ് സമയത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടന്നാലോ? ആദ്യത്തെ സെഗ്മെന്റ്. നമസ്കാരം, ഞാൻ സിംറോസിയ ജോസഫ്. 34 വർഷത്തെ സേവനത്തിന് ശേഷം തോപ്പുംപടി അവർ ലേഡീസ് LP സ്കൂളിൽ നിന്നും കഴിഞ്ഞ 2016 മാർച്ചിൽ റിട്ടയർഡായി. എൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി എന്നുള്ള റിട്ടയർമെൻറ്റ് മാത്രമാണ്, അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള റിട്ടയർമെൻ്റ് അല്ല എന്നൊരു തോന്നലാണ് ഇന്ന് എനിക്ക് സമൂഹത്തിൽ എന്നാൽ കഴിയുന്ന വിധം എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ഹോളി ഫാമിലി ചർച്ച് ഇടവകയിൽ ഒരു അധ്യാപകരുടെ കൂട്ടായ്മ, അതായത് അധ്യാപക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഞാനും ഒരു അംഗമാണ്. ഞങ്ങൾ പല പല പ്രവർത്തനങ്ങൾ ഈ അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. എക്സലൻസ് മോട്ടിവേഷൻ പ്രോഗ്രാം, അതായത് EMP, തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ ഇടവകയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വ വികസനപരവുമായുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ഉന്നത ശ്രേണിയിലേക്ക് എത്തിക്കുക, അവരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ EMP ഞങ്ങൾ ആരംഭിച്ചത്. അതിനുവേണ്ടി ആ കുട്ടികൾക്ക് പല പല മോട്ടിവേഷൻ ക്ലാസ്സുകൾ, യോഗ ക്ലാസ്സുകൾ, അക്കാഡമിക് ക്ലാസ്സുകൾ എന്നിവയൊക്കെ നടത്തി വരുന്നു. അതിലെല്ലാം എനിക്ക് സജീവമായി പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
അതുകൂടാതെ തന്നെ ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ PSC കോച്ചിങ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ സമൂഹത്തിൽ ചെറിയ ചെറിയ നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് സമൂഹത്തിൽ ഇതേപോലെ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന പലരുമായി കണ്ടുമുട്ടാനും അവരെ പരിചയപ്പെടാനൊക്കെയുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് മിസ്സസ് രൂപ ജോർജിനെ ഞാൻ പരിചയപ്പെടുന്നത്. അവരുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കാളികളാൻ സാധിക്കുന്നുണ്ട്. അവർ സാമൂഹ്യ ഒരു പ്രവർത്തക എന്ന നിലയിൽ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവരൊരു ഭരതനാട്യ നർത്തകിയാണ്. ഈ ഭരതനാട്യം ചെയ്ത് കിട്ടുന്ന ഈ പണം ക്യാൻസർ രോഗികൾക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവഴിക്കുന്നു. അത് എന്നെ കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനമായി ഒരു കെയർ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ സാറ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കാളികളാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും തരുന്നു. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് ഈ ഊർജ്ജവും ഈ കരുത്തും ആത്മവിശ്വാസമൊക്കെ എനിക്ക് ലഭിച്ചത് എൻ്റെ തോമ്പടി അവർ ലേഡീസ് സ്കൂളിലെ പ്രവർത്തനങ്ങളും അതേപോലെ അവിടുത്തെ FM സിസ്റ്റേഴ്സിൻ്റെ എനിക്ക് നൽകിയ നന്മയുടെ നല്ല പാഠങ്ങളുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ അവർ ലേഡീസ് സ്കൂളിലാണ് പഠിച്ചത്. 2 വർഷത്തെ പ്രീ ഡിഗ്രിക്ക് ശേഷം വീണ്ടും ഞാൻ ആ സ്കൂളിൽ തന്നെ TTCക്ക് ചേർന്നു. അവിടെ നിന്ന് TTC പഠനം പൂർത്തിയായപ്പോഴേക്കും എനിക്ക് ആ സ്കൂളിൽ തന്നെ ഓഫീസ് സ്റ്റാഫായി, അതായത് അറ്റൻഡർ പോസ്റ്റിൽ എന്നെ നിയമിച്ചു. പിന്നീട് ഒരു ടീച്ചറായിട്ടും അതിനുശേഷം ഒരു ഹെഡ് മിസ്സസ്സായിട്ടും എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പല പല മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ അപൂർവമായ ഒരു നേട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവാനുഗ്രഹവും ഇതിൽ നിന്നല്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഒരു അറ്റൻഡർ പോസ്റ്റിൽ ആദ്യമായിട്ട് ജോലി ആരംഭിച്ചു. ഒരു പ്രധാന അധ്യാപികയായി എൻ്റെ ജോലി അവസാനിക്കുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് തികഞ്ഞ ആത്മാർത്ഥതയും അർപ്പണബോധവും ഉണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ്. അധ്യാപന രംഗത്താണെങ്കിലും എനിക്ക് പല പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള പല പല സംഘടനകൾ, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്, യങ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, കൂടാതെ നല്ലപാഠ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ഞാൻ കോർഡിനേറ്ററായും സജീവമായും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ റിട്ടയർമെൻറ്റിന് ശേഷവും ഇതേപോലെയുള്ള ഒരു നന്മ പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ നൽകുന്ന ഘടകങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അധ്യാപിക എന്ന് പറയുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന പഠന വിഷയങ്ങൾ നന്നായി പഠിപ്പിച്ചതുകൊണ്ട് മാത്രം പോരാ. നമ്മൾക്ക് കിട്ടുന്ന കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കുവാനുള്ള വേദി ഒരുക്കുക. ഇന്ന് ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ പല മേഖലകളിൽ അവർ ഇന്ന് പ്രവർത്തിക്കുകയാണ്. അവർ എന്നെ കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട്, ടീച്ചർ കാരണമാണ് ഇന്നെനിക്ക് ഈ നിലയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചറാണ് എന്നെ ആദ്യമായി പ്രസംഗം പറയാനായിട്ട് വേദിയിലെത്തിച്ചത്, ടീച്ചറാണ് എന്നെ നാടകം കളിപ്പിച്ചത്, ടീച്ചറാണ് എന്നെ മോണാക്ട് പഠിപ്പിച്ചത്. ഇതെല്ലാം കേൾക്കുന്ന ആ നിമിഷങ്ങൾ ആണ് ഒരു അധ്യാപികയുടെ സുവർണ നിമിഷങ്ങളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ കുട്ടികൾ എന്നെ കാണാൻ വന്ന് അത് ഒരു സമ്മാനമായിട്ട് ഒരു മൊമെൻ്റാണ് എനിക്ക് കൊണ്ടുവന്നത്. ആ മൊമെൻ്റയിലെ വാക്കുകൾ ഇപ്രകാരമാണ്: മൈ ഇൻസ്പയറിംഗ് ടീച്ചർ ഫോർ ബീയിങ് മോർ ദാൻ എ ടീച്ചർ, എ ഫ്രണ്ട്, എ ഗൈഡ് ആൻഡ് ആൻ ഇൻസ്പിറേഷൻ
ഫോർ മേക്കിംഗ് മീ ഫൈൻഡ് മൈ സെൽഫ്. ശരിക്കും ഇതെനിക്ക് തന്നപ്പോഴേക്കും ഇത് വായിച്ചപ്പോഴേക്കും എനിക്ക് അത്ഭുതം, എനിക്ക് സന്തോഷം തോന്നി. കാരണം നമ്മളറിയാതെ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മളെ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരു അധ്യാപകൻ്റെ നല്ല നല്ല ഓർമ്മകൾ എന്നും ജീവിക്കുകയാണെങ്കിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ജീവിതം ധന്യമായി. എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതെല്ലാം നന്മപ്രവൃത്തികളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെയും അതേപോലെ എൻ്റെ മക്കളുടെയും പരിപൂർണമായ ഒരു സപ്പോർട്ടും അതുപോലെ ഒരു പ്രോത്സാഹനം കൊണ്ടൊന്ന് മാത്രമാണ്. ഇന്നത്തെ യുവതലമുറയോട് എനിക്ക് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. കൈ നനയാതെ ഒരിക്കലും നമുക്ക് മീൻ പിടിക്കാൻ സാധിക്കില്ല. കഠിനമായ പരിശ്രമവും അർപ്പണബോധവും തികഞ്ഞ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ ഒരിക്കലും തിരമാറിയിട്ട് കപ്പലോടിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. നമ്മുടെ പ്രാരാബ്ദങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളും ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് ഒരു സമൂഹത്തിൽ നന്മപ്രവൃത്തി ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ ആ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്ന് മുന്നോട്ട് പോയി അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുമ്പോഴേക്കും നമ്മൾ വിജയിച്ചു. വിദ്യാർത്ഥികളുടെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ ഒരു അധ്യാപകൻ്റെ ഓർമ്മകൾ എന്നും ജീവിക്കുകയാണെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ ജീവിതം ധന്യമായി.